വർഷം 1971. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിൽ നിന്ന് ഭീഷണി നിറഞ്ഞ ഒരു ശബ്ദം. ടെലിഫോൺ ലൈനിലൂടെ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മുന്നിലെത്തി. പാകിസ്ഥാനെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ആണവശക്തിയുള്ള അമേരിക്കൻ നാവികപ്പടയുടെ 7ാം കപ്പൽ വ്യൂഹം ബംഗാൾ ഉൾക്കടലിലേക്കെത്തും. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയുടെ ആണവക്കരുത്തുള്ള കപ്പൽ വ്യൂഹത്തിന്റെ ഭീഷണി. ഏതു രാജ്യത്തെയും ഭയപ്പെടുത്തുന്ന ആ വെല്ലുവിളിക്ക് മുന്നിൽ ഇന്ദിരാഗാന്ധി പതറിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മറുപടി രാഷ്ട്രത്തിന്റെ അഭിമാനമായി മുഴങ്ങി. പാകിസ്ഥാനു വേണമെങ്കിൽ കപ്പൽ വിടാം, വിടാതിരിക്കാം. പക്ഷേ എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇത്രയധികം ധൈര്യവും നിർണായകവുമായ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതയാക്കിയ സാഹചര്യങ്ങൾ എന്തായിരുന്നു? ഒരു കാലത്ത് കൊളോണിയൽ ശക്തികളുടെ പാദസ്പർശം ഏൽക്കും മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പല രാജ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ബംഗാൾ. ഇന്നത്തെ ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശം. 13ാം നൂറ്റാണ്ട് മുതൽ ഇവിടം മുസ്ലിം ഭരണാധികാരികളുടെ കൈകളിലായിരുന്നെങ്കിലും അവിടുത്തെ ജനതയെ ഒരൊറ്റ നൂലിൽ കോർത്തത് മതമായിരുന്നില്ല, മറിച്ച് ബംഗാളി ഭാഷയും തനിമയാർന്ന സംസ്കാരവുമാണ്. മതത്തിനതീതമായി അവർ തങ്ങൾ ബംഗാളികളാണെന്ന് അഭിമാനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നിഴൽ വീണതോടെ കഥ മാറിമറിഞ്ഞു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം സമുദായങ്ങൾക്കിടയിൽ മതപരമായ അകൽച്ചയുടെ വിത്തുകൾ പാകി. എങ്കിലും ബ്രിട്ടീഷ് ചങ്ങലകൾക്കിടയിലും ബംഗാളിയുടെ പൈതൃകവും ഭാഷാസ്നേഹവും മായാതെ നിന്നു. 1947 ബ്രിട്ടീഷ് സൂര്യൻ അസ്തമിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ ആ സ്വാതന്ത്ര്യം രാജ്യത്തെ രണ്ടായി കീറിമുറിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും എന്നായി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഈ വിഭജനം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തലവര മാറ്റി. പടിഞ്ഞാറൻ ബംഗാൾ ഇന്ത്യയുടെ ഭാഗമായി. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാൾ പാകിസ്ഥാനോടൊപ്പം നിന്നു. ഇസ്ലാമിക അടിത്തറയുള്ള പുതിയ രാജ്യത്ത് തങ്ങൾക്ക് മികച്ച നിലയുണ്ടാകും എന്നവർ വിശ്വസിച്ചു. വിഭജനം ഒരു കൂട്ടപലായനമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടും മണ്ണും ഉപേക്ഷിച്ചു പലായനം ചെയ്യേണ്ടി വന്നു. കലാപങ്ങൾ ആഞ്ഞുവീശി, നിയമവാഴ്ച തകർന്നു, ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു. ആ ചോരക്കളത്തിലൂടെ ഇന്ത്യ വിഭജിച്ചു. ലോകത്തിന് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യം ലഭിച്ചു. പാകിസ്ഥാൻ പിറന്നു വീണത് വിചിത്രമായൊരു ഭൂമിശാസ്ത്രവുമായിട്ടാണ്. കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നിങ്ങനെ 1600 കിലോമീറ്റർ ദൂരത്തിൽ വേർതിരിക്കപ്പെട്ട 2 ഭാഗങ്ങൾ. രാജ്യത്തെ ഏറ്റവും വലിയ വംശീയ വിഭാഗം കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി മുസ്ലിങ്ങളായിരുന്നു. എന്നിട്ടും രാഷ്ട്രീയ അധികാരം, സൈന്യം, ഉദ്യോഗസ്ഥ വൃന്ദം തുടങ്ങി എല്ലാ അധികാര കേന്ദ്രങ്ങളും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. കിഴക്കിന് അർഹമായ പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ടു. 1948 പാകിസ്ഥാന്റെ സ്ഥാപക നേതാവ് മുഹമ്മദ് അലി ജിന്ന ഉർദു മാത്രമായിരിക്കും പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷയെന്ന് പ്രഖ്യാപിച്ചു. കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി സംസാരിക്കുന്ന ജനതയ്ക്ക് ഇത് സ്വന്തം സംസ്കാരത്തിന് നേരെയുള്ള വലിയ പ്രഹരമായി തോന്നി. തങ്ങളുടെ ഭാഷയെ സംരക്ഷിക്കാൻ അവർ തെരുവിലിറങ്ങി. 1952 ഫെബ്രുവരി 21 ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. പോലീസ് വെടിയുതിർത്തു. 5 പേർ കൊല്ലപ്പെട്ടു. ഈ രക്തസാക്ഷിത്വം ബംഗാളി മനസ്സിൽ ഒരു കനലായി എരിഞ്ഞു. പ്രക്ഷോഭം ആളിക്കത്തിയതോടെ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. 1956 ബംഗാളി ഭാഷയ്ക്ക് ഒടുവിൽ ഔദ്യോഗിക പദവി ലഭിച്ചു. ഒരാവശ്യം അംഗീകരിക്കപ്പെട്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിലെ അമർഷവും വിവേചനത്തിന്റെ മുറിവുകളും മായാതെ നിന്നു. വിവേചനം തുടർന്നു. രാജ്യത്തിന്റെ ദേശീയ ബജറ്റിന്റെ 70% ചെലവഴിച്ചത് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ വികസനത്തിനായിട്ടായിരുന്നു. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകിയിരുന്ന കിഴക്കൻ പാകിസ്ഥാനെ ബോധപൂർവം അവഗണിക്കപ്പെട്ടു.
1966 അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കിഴക്കൻ പാകിസ്ഥാനായി കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ട് 6 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചു. ഇതൊരു സ്വതന്ത്ര രാജ്യത്തിനുള്ള നീക്കമായി കണ്ട് സർക്കാർ ഈ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞു. 1968 ഷെയ്ഖ് മുജീബിനെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്തതോടെ ജനരോഷം അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ ജനറൽ അയൂബ് ഖാന് രാജിവെക്കേണ്ടി വന്നു. ജനറൽ യഹിയ ഖാൻ പുതിയ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. 1970 ജനറൽ യഹിയ ഖാൻ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഫലം പുറത്തു വന്നപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ ഒറ്റക്കെട്ടായി നിന്നു. പൊതുതിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് വൻ വിജയം നേടി. 313 സീറ്റുകളിൽ 167 സീറ്റുകളും അവാമി ലീഗ് നേടി. എന്നാൽ ഈ സീറ്റുകളെല്ലാം അവർ നേടിയത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നായിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഒരു സീറ്റിൽ പോലും അവർ ജയിച്ചില്ല. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. അവർക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ 86 സീറ്റ് ലഭിച്ചു. കിഴക്കൻ പാകിസ്ഥാനിൽ 0. ഭൂരിപക്ഷം നേടിയതോടെ പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരിക്കാൻ അവാമി ലീഗിന് അവകാശം ലഭിച്ചു. എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം അത് അംഗീകരിച്ചില്ല. യഹിയ ഖാനും PPP നേതാവ് സുൽഫിക്കർ അലി ഭൂട്ടായും സൈനിക ഉദ്യോഗസ്ഥരുമായി ചേർന്ന് 1971 മാർച്ച് 1 നാഷണൽ അസംബ്ലി റദ്ദാക്കി. ജനാധിപത്യത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത് കണ്ട കിഴക്കൻ പാകിസ്ഥാൻ ജനതയ്ക്ക് സഹിക്കാനായില്ല. അവർ തെരുവിലിറങ്ങി. ആദ്യമായി കിഴക്കൻ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യത്തിനായുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി. അവാമി ലീഗ് പൂർണ്ണ പിന്തുണ നൽകി. ജനങ്ങൾ പാക് സർക്കാരിന്റെ ഉത്തരവുകൾ അനുസരിക്കുന്നത് നിർത്തി. പ്രതിഷേധക്കാർ സംഘടിച്ച് ഒരു സൈന്യത്തിന് രൂപം നൽകി. അതാണ് ചരിത്ര പ്രസിദ്ധമായ മുക്തി വാഹിനി. ഈ സ്വാതന്ത്ര്യദാഹം അടിച്ചമർത്താൻ പാക് സർക്കാർ ഒരു ഭീകരമായ നീക്കം നടത്തി. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. മാർച്ച് 25, 1971 ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത രാത്രി. കർഫ്യൂ പ്രഖ്യാപിച്ച് പാക് സൈന്യം കൂട്ടക്കൊല തുടങ്ങി. ഈ വംശഹത്യയിൽ ഏകദേശം 30 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 4 ലക്ഷത്തോളം സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടു. ഈ ഭീകരതയുടെയും ത്യാഗത്തിന്റെയും കനൽ വഴികളിലൂടെയാണ് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രം പിറവിയെടുത്തത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ലജ്ജാകരമായ നടപടികളെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് വിവരം ലഭിച്ചിട്ടും US അവരുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാനെ പിന്തുണച്ചത് തുടർന്നു. ഇതിനിടയിൽ പാക് സൈന്യത്തിന്റെ ക്രൂരതകൾ ആരംഭിക്കും മുൻപേ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കിഴക്കൻ പാകിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ബംഗ്ലാദേശ് എന്ന പുതിയ പേരും നൽകി. മാർച്ച് 27 മേജർ സിയാഉർ റഹ്മാൻ ഈ പ്രഖ്യാപനം പൊതുജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. പാക് സൈന്യത്തിന്റെ പീഡനം സഹിക്കാതെ 1 കോടിയിലധികം ആളുകൾ ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിലേക്ക് അഭയം തേടി. ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് വീടും കുടുംബവും നഷ്ടമായി. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഭീമമായ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയുടെ പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. ഇത്രയും വലിയ ജനസമൂഹത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിച്ചു. അതോടൊപ്പം അയൽ രാജ്യത്ത് നടക്കുന്ന വംശഹത്യകളിലും ഇന്ത്യൻ സർക്കാരിന് വലിയ ആശങ്കയുണ്ടാക്കി. അവസാനം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു നിർണായക തീരുമാനമെടുത്തു. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യയും പങ്കുചേരും. മാർച്ച് 1 യഹിയ ഖാൻ നാഷണൽ അസംബ്ലി റദ്ദാക്കിയപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി കരസേനാ മേധാവി ജനറൽ സാം മനേക്ഷായോട് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ഉത്തരവിട്ടു. എന്നാൽ സാം മനേക്ഷാ ഒരു തന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയെ സാഹചര്യം ബോധ്യപ്പെടുത്തി. മാഡം, മാർച്ച് മാസത്തിലാണ് ബംഗ്ലാദേശിൽ കനത്ത മഴയും പ്രളയവും ആരംഭിക്കുന്നത്. അത്തരം ചതുപ്പ് നിലങ്ങളിലൂടെ സൈന്യത്തെ നയിച്ച് വിജയം നേടുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് യുദ്ധത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ-ഡിസംബർ മാസങ്ങളിലെ തണുപ്പുകാലമാണ്. ഇന്ദിരാഗാന്ധി ജനറലിന്റെ അഭിപ്രായത്തെ മാനിച്ചു. ഓപ്പറേഷൻ എപ്പോൾ തുടങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകി. മുക്തിവാഹിനിയെയും ബംഗ്ലാദേശിലെ ജനങ്ങളെയും സഹായിക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകും എന്നവർ ഉറപ്പുകൊടുത്തു. ഇതായിരുന്നു യുദ്ധത്തിന്റെ ആദ്യ തന്ത്രപരമായ നീക്കം. ഇന്ത്യൻ സൈന്യം ആദ്യം ചെയ്തത് മുക്തിവാഹിനിക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു.
പാക് സൈന്യത്തെ കീഴ്പ്പെടുത്താൻ അവരെ ഗറില്ല യുദ്ധമുറകളിൽ പരിശീലിപ്പിച്ചു. അവർക്ക് ആവശ്യമായ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഇന്ത്യ നൽകി. ഈ ഘട്ടം വരെ ഇന്ത്യ യുദ്ധത്തിൽ പരോക്ഷമായി മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂ. 1971 ഡിസംബർ 3 സാഹചര്യം മാറിമറിഞ്ഞു. പാകിസ്ഥാൻ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ ആരംഭിച്ചു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ മണ്ടത്തരം. പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയിലെ 11 വ്യോമതാവളങ്ങളെ ലക്ഷ്യമാക്കി ബോംബാക്രമണം നടത്തി. അമൃത്സർ, ആഗ്ര, പഠാൻകോട്ട്, ശ്രീനഗർ, അംബാല തുടങ്ങിയ താവളങ്ങൾ തകർക്കാൻ അവർ ശ്രമിച്ചു. പാകിസ്ഥാൻ ഔദ്യോഗികമായി യുദ്ധത്തിന്റെ കാഹളം മുഴക്കി. അതേ സായാഹ്നം ഇന്ദിരാഗാന്ധി റേഡിയോ സന്ദേശത്തിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഡിസംബർ 3 പാകിസ്ഥാൻ വിമാനങ്ങൾ നമ്മുടെ വിമാനത്താവളങ്ങളിൽ ബോംബുകൾ വർഷിച്ചിരിക്കുന്നു. പശ്ചിമ പാകിസ്ഥാനിൽ മാത്രമായി ഒതുങ്ങിനിന്ന യുദ്ധം ഇപ്പോൾ ഇന്ത്യയിലേക്കും എത്തിയിരിക്കുന്നു. ഈ വെല്ലുവിളിയെ ശക്തമായി നേരിടണം. വിജയം ഇന്ത്യയിലെ ജനങ്ങൾക്കും നമ്മുടെ ധീര സൈന്യത്തിനുമായിരിക്കും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യൻ വ്യോമസേനയെ യുദ്ധത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു. എന്നാൽ അവരുടെ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടില്ല. ഇന്ത്യൻ വ്യോമസേന ഉടൻ ഉണർന്നു പ്രവർത്തിച്ചു. തകർക്കപ്പെടാത്ത റൺവേകളിൽ നിന്ന് ഇന്ത്യൻ വിമാനങ്ങൾ പ്രതികാരത്തിനായി പറന്നുയരാൻ തയ്യാറായി. പാകിസ്ഥാന്റെ കൗശലപൂർവമായ ആ വ്യോമാക്രമണം ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ഞെട്ടിക്കാനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ അവർക്ക് പിഴച്ചു. ഇന്ത്യൻ റൺവേകളെ തകർക്കാൻ വന്ന പാക് വിമാനങ്ങളെ തുരത്തിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഗർജനം ആകാശത്ത് മുഴങ്ങി. തിരിച്ചടി മിന്നൽ വേഗത്തിലായിരുന്നു. സർഗോധയും മിയാൻവാലിയും ചാൻഡ്ലറും ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്തെ വ്യോമതാവളങ്ങൾ ഇന്ത്യൻ ബോംബറുകൾ തകർത്ത് തരിപ്പണമാക്കി. കിഴക്ക് ചിറ്റഗോങ്ങും കുർമിട്ടോളയും വെറും 48 മണിക്കൂറിനുള്ളിൽ നിശ്ചലമായി. ആകാശത്ത് വിജയമുറപ്പിച്ച ശേഷം ഇന്ത്യയുടെ നോട്ടം കടലിലേക്കായിരുന്നു. ലക്ഷ്യം പാകിസ്ഥാന്റെ ജീവനാഡിയായ കറാച്ചി തുറമുഖം. ഈ ദൗത്യത്തിന് അഡ്മിറൽ SM നന്ദ പേരിട്ടു ഓപ്പറേഷൻ ട്രൈഡന്റ്. കമാൻഡർ ബബ്ലു ഭാൺ യാദവിന്റെ നേതൃത്വത്തിൽ ഒരു പടക്കപ്പൽ സംഘം നിശബ്ദമായി നീങ്ങി. INS നിപാട്ട്, നിർഘട്ട്, വീർ എന്നീ മിസൈൽ ബോട്ടുകൾ രാത്രിയുടെ ഇരുട്ടിൽ കറാച്ചി തീരത്തേക്ക് ഇരച്ചുകയറി. കാരണം ലളിതമായിരുന്നു. രാത്രിയിൽ പാക് വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ ഈ ചെറുകപ്പലുകളെ കണ്ടെത്താനാവില്ല. ഡിസംബർ 4 അർദ്ധരാത്രിയിൽ ആ മിസൈലുകൾ പാഞ്ഞുപോയി. PNS ഖൈബർ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. തൊട്ടുപിന്നാലെ PNS ഷാജഹാനും മുഹാഫിസും തകർത്ത് തരിപ്പണമായി. അവിടെയും തീർന്നില്ല. INS നിപാട്ട് തൊടുത്ത മിസൈലുകൾ കറാച്ചിയിലെ ഭീമൻ എണ്ണ സംഭരണികളെ അഗ്നിഗോളങ്ങളാക്കി മാറ്റി. 7 പകലും 7 രാത്രിയും ആ തീ അണഞ്ഞില്ല. ലോകമാധ്യമങ്ങൾ ആ കാഴ്ചയെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അറബിക്കടലിലെ ഏറ്റവും വലിയ ബോൺഫയർ. ഈ ഐതിഹാസിക വിജയത്തിന്റെ സ്മരണ പുതുക്കിയാണ് ഇന്ത്യ ഇന്നും ഡിസംബർ 4 നാവിക ദിനമായി ആഘോഷിക്കുന്നത്. പാകിസ്ഥാന്റെ അടുത്ത ലക്ഷ്യം ഇന്ത്യയുടെ അഭിമാനമായ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലായിരുന്നു. വിക്രാന്തിനെ തകർക്കാൻ അവർ തങ്ങളുടെ ഏറ്റവും മാരകമായ അന്തർവാഹിനി PNS ഗാസിയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. ഇന്ത്യ അതീവ ജാഗ്രതയിലായി. ഗാസിയെ കബളിപ്പിക്കാൻ വേണ്ടി INS രാജ്പുത്ത് എന്ന കപ്പലിനെ വിശാഖപട്ടണത്ത് സജ്ജമാക്കി. വിക്രാന്ത് വിശാഖപട്ടണം തുറമുഖത്തുണ്ടെന്ന പാകിസ്ഥാനെ വിശ്വസിപ്പിക്കാൻ രാജ്പുത്ത് വിക്രാന്തിന്റെ റേഡിയോ സിഗ്നലുകൾക്ക് സമാനമായ സിഗ്നലുകൾ പുറത്തുവിട്ടു. മിഷൻ പൂർത്തിയാക്കാൻ PNS ഗാസി വിശാഖപട്ടണം തുറമുഖത്തേക്കടുക്കുമ്പോൾ രാജ്പുത്ത് 2 ആഴത്തിലുള്ള സ്ഫോടന ബോംബുകൾ ഉപയോഗിച്ച് ഗാസിയെ ആക്രമിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഗാസി മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ രാജ്പുത്ത് ആക്രമണം തുടർന്നു. പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങളോടൊപ്പം PNS ഗാസിയും കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. ഡിസംബർ 4 രാത്രി പാകിസ്ഥാൻ രാജസ്ഥാനിലെ ലോങ്ങേവാല പോസ്റ്റിലൂടെ ഇന്ത്യയെ ആക്രമിച്ചു. അവിടെ ഇന്ത്യൻ സൈനികരുടെ എണ്ണം കുറവാണെന്ന് അവർക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതു മുതലെടുത്ത് ഇന്ത്യയിലേക്ക് കടന്ന് റാംഗഡ് ജയ്സാൽമീർ വഴി ഡൽഹിയിലെത്താനായിരുന്നു പാകിസ്ഥാന്റെ ഗൂഢപദ്ധതി. ഈ നീക്കത്തിന്റെ ഭാഗമായി 2000 സൈനികരും 59 ടാങ്കുകളും ഒരു മൊബൈൽ ഇൻഫൻട്രി ബ്രിഗേഡുമായി അവർ ലോങ്ങേവാളയെ ആക്രമിച്ചു. അവിടെ അവരെ നേരിട്ടത് പഞ്ചാബ് റെജിമെന്റിന്റെ 23ാം ബറ്റാലിയന്റെ ഒരു കമ്പനി മാത്രമായിരുന്നു. കമാൻഡർ മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരിയായിരുന്നു ഈ ധൈര്യസംഘത്തെ നയിച്ചിരുന്നത്.
1971 ഡിസംബർ 7 വരെ നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരിയുടെ നേതൃത്വത്തിൽ വെറും 120 ഇന്ത്യൻ സൈനികർ പാകിസ്ഥാന്റെ ആയിരക്കണക്കിന് സൈനികരെയും ടാങ്കുകളെയും തകർത്തു. ഇന്ത്യൻ സൈനികർ അവിടെയുള്ള ഉയർന്ന മണൽക്കൂനയുടെ മുകളിൽ നിലയുറപ്പിച്ചു. ഈ ഉയരം മുതലെടുത്ത് അവർ തന്ത്രങ്ങൾ മെനഞ്ഞു. സൂര്യോദയം വരെ വ്യോമസഹായം ലഭിക്കില്ലെന്ന് മേജർ കുൽദീപിനറിഞ്ഞാമായിരുന്നു. അതുകൊണ്ട് പുലരും വരെ പാക് സൈന്യത്തെ അവിടെ പിടിച്ചു നിർത്താൻ അദ്ദേഹം തീരുമാനിച്ചു. പാകിസ്ഥാൻ ആദ്യം വെടിവെപ്പ് തുടങ്ങി. പക്ഷേ മുന്നോട്ട് നീങ്ങിയ പാക് ടാങ്കുകൾ ചുറ്റും സ്ഥാപിച്ചിരുന്ന മുള്ളുവേലികൾ കണ്ടു നിന്നു. ഈ കമ്പിവേലികൾ ലാൻഡ് മൈനുകളുടെ സൂചനയാണെന്ന് കരുതി ആശയക്കുഴപ്പം തീർക്കാൻ അവർ വിലപ്പെട്ട സമയം കളഞ്ഞു. പിന്നീട് ടാങ്കുകൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ മരുഭൂമിയിലെ മണലിൽ പുതഞ്ഞുപോയി. ഉയർന്ന മണൽക്കൂനയിൽ നിന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാന് നിരവധി ടാങ്കുകളും വാഹനങ്ങളും നഷ്ടമായി. പാകിസ്ഥാൻ ഇന്ത്യയുടെ തന്ത്രം മനസ്സിലാക്കിയപ്പോഴേക്കും പ്രഭാതമായി. സൂര്യരശ്മി പരന്നതോടെ ഇന്ത്യൻ സൈന്യത്തിന് വ്യോമസേനയുടെ പിന്തുണ ലഭിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ HAL HF-24 മാരുത് ഫൈറ്ററുകളും ഹോക്കർ ഹണ്ടർ എയർക്രാഫ്റ്റുകളും പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകി. ലോങ്കേവാലയിൽ ഇന്ത്യ വിജയക്കൊടി പാറിച്ചു. ഈ പരാജയം പാകിസ്ഥാനെ ഞെട്ടിച്ചു. അവർക്ക് നിരവധി സൈനികരെയും യുദ്ധവാഹനങ്ങളെയും നഷ്ടപ്പെട്ടു. ലോങ്കേവാലയിലെ യുദ്ധം ഇന്ത്യക്ക് വലിയ വിജയവും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയുമായി. 1971 ഈ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഏകദേശം 3600 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തു. പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യയുടെ സൈനിക ശക്തി വളരെ മികച്ചതായിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഇന്ത്യ പ്രതിരോധാത്മക യുദ്ധതന്ത്രം, അതായത് ആക്രമിക്കുന്നതിനു പകരം സൈനിക പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം ആക്രമണോത്സുകമായ തന്ത്രം ഉപയോഗിച്ചു. കര, വ്യോമ, നാവികസേനകളുടെ ഏകോപിച്ചുള്ള ആക്രമണം പാകിസ്ഥാനെ സ്തംഭിപ്പിച്ചു. ഓപ്പറേഷൻ ട്രൈഡന്റിലെ വൻ വിജയത്തിനു ശേഷം കറാച്ചി തുറമുഖത്തെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ കപ്പലുകളുടെ വലിയ സാന്നിധ്യം കടലിൽ കണ്ട പാകിസ്ഥാൻ ഇന്ത്യ അടുത്ത വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഭയന്നു. അതിനാൽ പാക് വ്യാപാര കപ്പലുകളുമായി ചേർന്ന് ഇന്ത്യൻ നാവികസേനയെ ആക്രമിക്കാൻ അവർ പദ്ധതിയിട്ടു. ഈ പദ്ധതി തകർക്കാൻ ഇന്ത്യൻ നേവി ഒരു തുടർ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തു, ഓപ്പറേഷൻ പൈത്തൺ. ഡിസംബർ 8 പാകിസ്ഥാന്റെ തന്ത്രങ്ങൾ തകർക്കാൻ ഇന്ത്യയുടെ മിസൈൽ ബോട്ടുകളായ INS വിനാശ്, INS തൽവാർ, INS ത്രിശൂൽ എന്നിവ കറാച്ചിക്ക് തെക്കുള്ള മനോരോപ ദ്വീപിലേക്ക് നീങ്ങി. ഈ മിസൈൽ ബോട്ടുകൾ പാകിസ്ഥാന്റെ പെട്രോൾ വെസലുകളെ ലക്ഷ്യമിട്ടതിനു പുറമെ രാത്രി 11 മണിയോടെ INS വിനാശ് 4 മിസൈലുകൾ ഉപയോഗിച്ച് കമാരിയിലെ എണ്ണ സംഭരണികളെ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ അവശേഷിച്ചിരുന്ന എണ്ണ സംഭരണികളും തകർന്നു. അതോടൊപ്പം ഗൾഫ് സ്റ്റാർ എന്ന പനാമയുടെ ഇന്ധന ടാങ്കറിനും കനത്ത നാശനഷ്ടം സംഭവിച്ചു. INS വിനാശ് പാകിസ്ഥാന്റെ നാവിക വ്യാപാര കപ്പലുകളുടെ അടിത്തറ തകർത്തു. ഓപ്പറേഷൻ പൈത്തൺ കറാച്ചിയിലെ പാകിസ്ഥാന്റെ 50% എണ്ണ സംഭരണികളെയാണ് ഇല്ലാതാക്കിയത്. പാക് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയായി. ഒരൊറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാൻ ഏകദേശം $3 ബില്യൺ നഷ്ടമുണ്ടായി. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു പോരൽ പോലും ഏൽക്കാതെ പാകിസ്ഥാൻ ആകാശത്തും കടലിലും ദയനീയമായി പരാജയപ്പെട്ടു. തങ്ങളുടെ കപ്പൽ മുങ്ങുന്നത് കണ്ട പാകിസ്ഥാൻ സഹായത്തിനായി ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. ഇന്ത്യ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടണം എന്നായിരുന്നു അവരുടെ അപേക്ഷ. ഡിസംബർ 4 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച അതേ സമയത്താണ് UN സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷം അമേരിക്ക പാകിസ്ഥാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. അമേരിക്ക, ചൈന, UK എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബംഗ്ലാദേശിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്നും സമ്മർദ്ദം ചെലുത്തി. എന്നാൽ ഇവിടെ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത് സോവിയറ്റ് യൂണിയനായിരുന്നു, USSR. സോവിയറ്റ് യൂണിയൻ 2 തവണ ഈ പ്രമേയത്തെ വീറ്റോ ചെയ്ത് തടഞ്ഞു. 1971 ഓഗസ്റ്റ് 9 ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന സൗഹൃദ ഉടമ്പടി, ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഈ സൗഹൃദത്തിന് അടിത്തറയിട്ടു. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ രാഷ്ട്രീയമായും സൈനികമായും ഇന്ത്യയെ സഹായിച്ചു. ഇതേ ദിവസം തന്നെ ഇന്ത്യ ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു. കൂടാതെ ലോകത്ത് ആദ്യമായി ബംഗ്ലാദേശിനെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യം ഭൂട്ടാനായിരുന്നു. 1971 ഡിസംബർ 8 ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനിൽ വൻ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി അമേരിക്കൻ ഇന്റലിജൻസിന് റിപ്പോർട്ട് ലഭിച്ചു.
ഉടൻ തന്നെ US പാകിസ്ഥാന്റെ സഹായത്തിനായി 7ാം കപ്പൽ വ്യൂഹത്തെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS എൻ്റർപ്രൈസ് ഉൾപ്പെട്ട ഈ 7ാം കപ്പൽ വ്യൂഹം അണുവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതും ഏകദേശം 70 യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതുമായിരുന്നു. INS വിക്രാന്തിനേക്കാൾ 50 വിമാനങ്ങൾ വഹിക്കാനുള്ള അത്രയും വലുതായിരുന്നു ഈ ശക്തി. പാകിസ്ഥാൻ ആവേശം കയറി. അമേരിക്കൻ പിന്തുണയോടെ തങ്ങൾക്ക് വിജയം ഉറപ്പാണെന്ന് അവർ കരുതി. അമേരിക്കൻ കപ്പലുകളുമായി ഏറ്റുമുട്ടാതെ ഇന്ത്യ പിന്മാറുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതിനിടയിൽ ബ്രിട്ടനും പാകിസ്ഥാന്റെ പിന്തുണയുമായി HMS ഈഗിൾ എന്ന വിമാനവാഹിനി കപ്പൽ അറബിക്കടലിൽ വിന്യസിച്ചു. ഇന്ത്യൻ നാവിക കപ്പലുകളെ പിൻസർ ആക്രമണത്തിൽ കുടുക്കാനായിരുന്നു അവരുടെ തന്ത്രം. ഈ സാഹചര്യം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഇന്ത്യ SOS സന്ദേശം അയച്ച് സോവിയറ്റ് യൂണിയന്റെ സുരക്ഷാ ഉറപ്പുകൾ സജീവമാക്കാൻ ആവശ്യപ്പെട്ടു. പുറത്തുനിന്നുള്ള ആക്രമണമുണ്ടായാൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ സോവിയറ്റ് യൂണിയൻ ബാധ്യസ്ഥരായിരുന്നു. സന്ദേശം ലഭിച്ചയുടൻ ബ്രിട്ടീഷ് അമേരിക്കൻ ഭീഷണിയെ നേരിടാൻ കമാൻഡർ വ്ളാഡിമിർ ക്രൂഗ്ലിയാക്കോവിന്റെ കീഴിൽ സോവിയറ്റ് യൂണിയൻ 10ാം ഓപ്പറേറ്റീവ് ബാറ്റിൽ ഗ്രൂപ്പിനെ ഇന്ത്യയുടെ സഹായത്തിനായി അയച്ചു. അണുവായുധ ശേഷിയുള്ള കപ്പലുകളും അന്തർവാഹിനികളും മിസൈലുകളും നിറഞ്ഞ സോവിയറ്റ് പസഫിക് കപ്പൽ വ്യൂഹം ബ്രിട്ടീഷ് അമേരിക്കൻ കപ്പലുകളെ വളഞ്ഞ് ആക്രമണ പരിധിയിൽ കൊണ്ടുവന്നു. ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ റഷ്യൻ കപ്പലുകൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചതോടെ ബ്രിട്ടീഷ് കപ്പലുകൾ മഡഗാസ്കറിന് സമീപത്തേക്ക് പിൻവാങ്ങി. US നാവികസേനയും തങ്ങളുടെ കപ്പൽ വ്യൂഹത്തെ പിന്നോട്ട് വലിച്ചു. സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ലഭിച്ചതോടെ ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സൈനിക വിഭാഗങ്ങൾ ഒരുമിച്ചു നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ മുട്ടുകുത്തിച്ചു. കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ വ്യോമമാർഗമുള്ള വിതരണം പൂർണ്ണമായും മുടങ്ങി. നാവികപാതകൾ ഇന്ത്യൻ നേവി തടഞ്ഞു. കരയിൽ മുക്തിവാഹിനി പാക് സൈന്യത്തിന്റെ അന്തകരായി മാറി. ഡിസംബർ 12 ആയപ്പോഴേക്കും ഇന്ത്യ-പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ വൻ പരാജയത്തിന്റെ വക്കിലെത്തി. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ഏകദേശം 13,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി. അങ്ങനെ പാക് സൈനികർക്ക് രക്ഷപ്പെടാൻ വഴികളില്ലാതായി. പാകിസ്ഥാന്റെ വിജയത്തിനായി സുൽഫിക്കർ അലി ഭൂട്ടോ വീണ്ടും അമേരിക്കയുടെ വാതിലിൽ മുട്ടി. യുദ്ധം ചർച്ച ചെയ്യാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോയി. അമേരിക്കയുമായി ചേർന്ന് ഒരു വെടിനിർത്തൽ പ്രമേയം തയ്യാറാക്കി. എന്നാൽ സമയം അതിക്രമിച്ചിരുന്നു. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈനികർക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇതിൽ രോഷം കൊണ്ട സുൽഫിക്കർ അലി ഭൂട്ടോ UN അസംബ്ലി വിട്ട് ഇറങ്ങിപ്പോയി. പാകിസ്ഥാന്റെ ദയനീയമായ അവസ്ഥ ലോകം മുഴുവൻ കണ്ടു. മേജർ ജനറൽ JFR ജേക്കബ് ലഫ്റ്റനന്റ് ജനറൽ AAK നിയാസിയുടെ മുന്നിൽ കീഴടങ്ങൽ പ്രമാണമായ ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ വെച്ചു. നിയാസി അത് ഒപ്പിടാൻ വിസമ്മതിച്ചു. നിങ്ങൾ ഈ പ്രമാണത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള 100,000-ലധികം പാകിസ്ഥാൻ സൈനികരുടെ മരണത്തിന് നിങ്ങൾ ഉത്തരവാദിയാകും. മുക്തിവാഹിനിയെ തടയാൻ ഇന്ത്യ മുന്നോട്ടു വരില്ല എന്നു പറഞ്ഞ് ഇന്ത്യൻ ഗവൺമെന്റ് മേജർ ജനറൽ ജേക്കബ് നിയാസിക്ക് 30 മിനിറ്റ് സമയം നൽകി. പാകിസ്ഥാൻ സൈന്യത്തിലെ 93,000 സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. എല്ലാവരും തങ്ങളുടെ തോക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ താഴെ വെച്ചു. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലായിരുന്നു ഇത്. ധാക്കയിൽ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ 100,000-ലധികം പാക് സൈനികർ തല കുനിച്ചു നിന്നു. ലഫ്റ്റനന്റ് ജനറൽ AAK നിയാസി യാതൊരു എതിർപ്പുമില്ലാതെ കീഴടങ്ങൽ പ്രമാണത്തിൽ ഒപ്പിട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് നാണവും നിസ്സഹായതയും പ്രകടമായിരുന്നു. ഈ ദയനീയമായ നിമിഷത്തിൽ നിയാസി ലജ്ജയാൽ തന്റെ തല കുനിച്ചു നിന്നു. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനമായിരുന്നു അത്. പാകിസ്ഥാൻ യുദ്ധത്തിൽ തോറ്റതോടെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സർക്കാർ നിലം പൊത്തി. ഇന്ത്യയുടെ ഈ വിജയം പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി മാറി. ഈ വിജയം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. അതിനേക്കാൾ ഉപരി ബംഗ്ലാദേശിന് അവരുടെ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിന് വിജയാശംസകൾ നേർന്നു. ജയിലിൽ നിന്ന് മോചിതനായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സ്വതന്ത്ര ബംഗ്ലാദേശിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന് ബംഗ്ലാദേശ് വലിയ വില നൽകേണ്ടി വന്നു. 1972-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഷിംല കരാർ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം പാകിസ്ഥാൻ ഔദ്യോഗികമായി ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു. പകരം ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന 13,000 ചതുരശ്ര കിലോമീറ്റർ പാക് ഭൂപ്രദേശം പാകിസ്ഥാന് തിരികെ നൽകി.
കൂടാതെ കീഴടങ്ങിയ 93,000 യുദ്ധ തടവുകാരെയും ഇന്ത്യ പാകിസ്ഥാന് കൈമാറി. അങ്ങനെ ഇന്ത്യ വിജയത്തിന്റെ ഒരു പുതിയ ചരിത്രം എഴുതി ചേർത്തു. 1974 ഐക്യരാഷ്ട്രസഭയും ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു. ഒരു ഭാഷയ്ക്ക് വേണ്ടി തുടങ്ങിയ പ്രക്ഷോഭം ഒരു രാജ്യത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ലോക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു സംഭവമായിരുന്നു 1971 യുദ്ധം. വിവേചനത്തിനെതിരെ പൊരുതിയ ഒരു ജനതയ്ക്ക് വേണ്ടി ഇന്ത്യ നടത്തിയ നീതിയുടെ പോരാട്ടമായിരുന്നു അത്.